തിരുവനന്തപുരം വിഴിഞ്ഞത്തെ നാട്ടുകാരുടെ മുഴുവൻ പ്രതിഷേധത്തിന് ഇടയാക്കുന്നതാണ് വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കരിങ്കല്ല് തലയിലേക്ക് വീണ് തെറിച്ചു വീണ് മരിച്ച വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവം. ഇപ്പോൾ അനന്തുവിന്റെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനന്തു പഠിച്ച നിംസ് കോളേജിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കരിങ്കല്ല് തലയിലേക്ക് തെറിച്ചു വീണ് ഉണ്ടായ അപകടത്തിലാണ് അനന്തു മരിച്ചത്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് അനന്തുവിൻ്റെ മൃതദേഹം. മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ വീട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അനന്തു പഠിക്കുന്ന നിംസ് കോളേജിൽ അനന്തുവിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. സഹപാഠികൾ, അധ്യാപകർ ഒക്കെ തന്നെ അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അനന്തുവിൻ്റെ കനത്ത പ്രതിഷേധം നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സംഭവം. വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം കനക്കുന്നതും നമ്മൾ കണ്ടു. ഹരികൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇനി കഴിഞ്ഞ ദിവസമാണ് ഈ വിഴിഞ്ഞം മുക്കോല ഭാഗത്തുള്ള അനന്തു അജികുമാർ എന്ന യുവാവിന്റെ മരണം, ദാരുണാന്ത്യം സംഭവിക്കുന്നത്. ഈ അദാനി പോർട്ടിലേക്ക് കല്ല് അമിത ലോഡുമായി കയറ്റി വന്ന ലോറിയിൽ നിന്ന് കരിങ്കൽ ചില്ല് തെറിച്ച് ദാരുണമായി അന്ത്യമുണ്ടാകുന്ന ഒരവസ്ഥയാണ് ആ ചെറുപ്പക്കാരന് ഉണ്ടായിരിക്കുന്നത്. ഇതാദ്യമായല്ല ഈ അദാനി പോർട്ടിലേക്ക് കൊണ്ടുവരുന്ന അമിത ലോഡുമായി കയറ്റി വന്ന വാഹനത്തിൽ നിന്നും ഇത്തരത്തിൽ ഈ കരിങ്കൽ ചില്ലുകളും മറ്റും വീണ അപകടമുണ്ടാകുന്നത്. ഇതിനു മുമ്പും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അനന്തുവിന്റെ സംസ്കാരം ഇന്ന് രാവിലെ 11 മണിയോടുകൂടി വീട്ടുവളപ്പിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തുറമുഖ കവാടത്തിൽ ഇപ്പോൾ ഈ അദാനി പോർട്ട് പ്രൊട്ടക്ഷൻ കൌൺസിൽ എന്നൊരു സംഘടനയുടെ പ്രതിഷേധം കൂടി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഇത്തരത്തിലൊരു സംഭവം? ഇത് ആദ്യത്തെ സംഭവമാണ്? എന്താ? ഇല്ല, ഇതിനു മുമ്പും ലോറി ഒരു സ്ത്രീയുടെ കാലിൽ കൂടെ കയറി, അങ്ങനെ അത് ഇതുവരെയും കാല് മുറിച്ച് മാറ്റി ആശുപത്രിയിലാണ്. അപ്പോൾ നിരന്തരം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമിത വേഗതയാണ് ഇതിന്റെ മെയിൻ കാരണം. പിന്നെ ഈ അമിതമായി ലോഡ് കയറ്റി വരുന്നത്, അത് നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ ഇതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. കുടുംബത്തിന്റെ പ്രതീക്ഷ കൂടിയാണല്ലോ അനന്തു എന്ന് പറയുന്നത്. തീർച്ചയായും ഒരു കുടുംബത്തിന് നഷ്ടപരിഹാരം കൃത്യമായിട്ട് അത് കൊടുത്തേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ആ ഒരു കുടുംബത്തിന്റെ രത്താണിയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പഠിപ്പിച്ച്, വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ച് ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ അതിനിറക്കപ്പെട്ട നഷ്ടപരിഹാരം കിട്ടണം ആ കൊച്ചിന്. ഈ വ്യാപകമായിട്ട് ടണ്ണേജ് അനുവദനീയമായിട്ടുള്ള ടണ്ണിനപ്പുറമായിട്ട് കയറ്റി വരുന്ന വാഹനങ്ങൾ ഇവർ പിടിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയോ ഒന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നില്ല. അത് വലിയൊരു പ്രതിഷേധം തന്നെയാണ്. അത് തന്നെയാണ് പറയുന്നത്. അതായത് ഈ മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത മന്ത്രി അടക്കം ഇത്തരത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ നിരവധി അപകടങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ അമിതമായി ലോഡ് കയറ്റി വന്ന അതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിഴിഞ്ഞത്ത് നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം.